ഹലോ മക്കളെ, 9ാം ക്ലാസ് പബ്ലിക് പരീക്ഷയ്ക്ക് ഇനി വെറും 48 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്പർ കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ടെൻഷനൊക്കെ വന്നിട്ടുണ്ടാവും. അത് വളരെ സ്വാഭാവികമാണ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ടെൻഷനും കുറച്ച് പേടിയൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേടിക്കണം സീരിയസ് ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ, അതായത് A+കൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ, ഒന്നും ഇതുവരെ പഠിച്ചില്ല പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ മക്കളെ ഒരു സംശയവുമില്ല, ഈ വർഷത്തെ 9ാം ക്ലാസ് പബ്ലിക് പരീക്ഷ എഴുതി കഴിഞ്ഞ എല്ലാ മക്കൾക്കും, ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഫുൾ A+ അല്ലാണ്ട് മറ്റൊരു ഗ്രേഡ് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവില്ല. ഇത് എക്സാമിനറിൻ്റെ 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ മക്കൾ നേടിയെടുത്തതിൻ്റെ കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളെ വെറുതെ സന്തോഷിപ്പിക്കാനും കോൺഫിഡൻസ് തരാനോ അല്ലെ സമാധാനിപ്പിക്കാനോ പറയുന്നതല്ല. ഇതെല്ലാ വർഷവും കുട്ടികൾ വാങ്ങിച്ചെടുക്കുന്നതാണ്. എപ്പോൾ? അവസാനം പഠിച്ചുകൊണ്ട് മാത്രം. പക്ഷേ ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അതിനുവേണ്ടി എക്സാമിൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ഫസ്റ്റ് മുതൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ എക്സാമിനർ ക്ലാസ് 9 ആൽഫ റിവിഷൻ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നാളെയാണുള്ളത് മക്കളെ. അപ്പം നാളത്തോടെ നമ്മൾ 9ാം ക്ലാസ് ആൽഫ റിവിഷൻ ബാച്ച് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നാളത്തെ ഓറിയൻറ്റേഷൻ നടക്കാൻ പോകുന്ന കൃത്യം 7:30 പബ്ലിക് ലൈവ് ആയിരിക്കും നമ്മുടെ ഈ ചാനലിലായിരിക്കും നടക്കുക. സോ എല്ലാവർക്കും വന്ന് ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം മൺഡേ മുതൽ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ, അതായത് ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും മൺഡേ മുതൽ അവർ ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള റിവിഷൻ ക്ലാസ്സസ് പ്ലസ് ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ കംപ്ലീറ്റ് പബ്ലിക് എക്സാം ലെവലിൽ പഠിച്ചു തുടങ്ങാൻ പോവാണ്. ആ ക്ലാസ്സസിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പങ്കെടുക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ സിൻസിയർ ആയിട്ട് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾ അത് വെച്ച് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മക്കളെ ഒരു സംശയമില്ല, പബ്ലിക് എക്സാമിൽ ഓരോ വിഷയത്തിനും ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്, A+ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതുണ്ടാവില്ല. ആകെ ഈ ക്ലാസ്സുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി. ക്ലിയർ ആണ് മക്കളെ? അപ്പോൾ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾ വേഗം തന്നെ താഴത്തെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം മക്കളെ. ഓൾസോ ഈ ബാച്ചിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരു അവസരം കൂടി നിങ്ങൾക്കുണ്ട്. നെക്സ്റ്റ് ഇയർ SSLC ലക്ഷ്യ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 9ാം ക്ലാസ് റിവിഷൻ ബാച്ച് 100% ഫ്രീ ആയിരിക്കും. നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത്, ഓൾറെഡി ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന മക്കൾക്ക് ഈ റിവിഷൻ ബാച്ച് ഫ്രീ ആയിരിക്കും. നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട. ആകെ ചെയ്യേണ്ടത് നാളെ വൈകുന്നേരം കൃത്യം 7:30 ചാനലിൽ വരിക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കുക. ഓൾസോ ഒരു കാര്യം കൂടി പറയാനുള്ളത് മക്കളെ, നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് കുറച്ച് ആലോചിച്ച് കൺഫ്യൂഷനോടെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നാളത്തെ ഓറിയൻറ്റേഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറ്റൻഡ് ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതൊക്കെ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാളത്തെ ഓറിയൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു തീരുമാനം എടുക്കുക ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ തീർച്ചയായും നാളത്തെ 7:30 ഓറിയൻറ്റേഷൻ സെഷനിൽ നമ്മളെന്താണ് തീർച്ചയായിട്ടും കാണും. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. എല്ലാ ഫ്രണ്ട്സിനോടും പറയാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ. ബാച്ചിൽ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പോകാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കുറേ ഇൻസൈറ്റ്സ് നമ്മുടെ നാളത്തെ ലൈവിൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നാളത്തെ ലൈവ് മിസ് ചെയ്യരുത്. അപ്പോൾ നാളെ കാണാം. നാളെ വരാൻ പോകുന്ന എല്ലാ മക്കളും താഴെ കമൻറ്റ് ബോക്സിൽ സാർ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ 7:30 കാണാം.